നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം കാണാൻ സാധിക്കുന്ന അപൂർവ ദൃശ്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈ അപൂർവ ദൃശ്യം എന്താണെന്നായിരിക്കും അല്ലേ? സൂര്യൻ ഖഗോള മധ്യരേഖ കടന്നു പോകുന്ന ജ്യോതിശാസ്ത്ര സംബന്ധിയായ പ്രതിഭാസത്തിനെയാണ് വിഷുവം അഥവാ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഇത് മാർച്ച് 21 സെപ്റ്റംബർ 23 സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പകലും രാത്രിയും തുല്യമായി വരുന്നു. ഈ ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ ദ്വാരങ്ങളിലൂടെ അസ്തമയ സൂര്യൻ തങ്കപ്രഭ ചൊരിഞ്ഞ് തൊഴുതിറങ്ങുന്ന ദിവസമാണിത്. ഈ ക്ഷേത്രഗോപുരത്തിന് 7 നിലകളുണ്ട്. ഓരോ നിലയുടെയും നടുവിലും ഇരുഭാഗത്തേക്കും കാണാവുന്ന വിധത്തിലാണ് ഈ ദ്വാരങ്ങൾ പോലുള്ള ജനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വിഷുവ ദിനത്തിൽ അസ്തമയ സൂര്യൻ ആദ്യം ഏറ്റവും മുകളിലത്തെ ഗോപുരവാതിലിന്റെ മധ്യത്തിൽ പ്രവേശിച്ചിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗോപുരവാതിലിൽ എത്തും. അങ്ങനെ 5 ഗോപുരവാതിലുകളിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാകും. സൂര്യന്റെ ഉത്തര ദക്ഷിണാവർത്തങ്ങളുടെ ഭ്രമണമാറ്റത്തിന് അനുസൃതമായാണ് ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. ദക്ഷിണായന കാലത്ത് സെപ്റ്റംബറിലും ഉത്തരായന കാലത്ത് മാർച്ചിലും ഇത് ദൃശ്യമാകും. ഗർഭഗൃഹത്തിലേക്ക് സൂര്യശോഭ നീളുന്ന സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട്. പക്ഷേ പ്രഭാത പൂജകൾക്കായി നട അടയ്ക്കുന്ന സമയമായതുകൊണ്ട് രാവിലത്തെ സൂര്യശോഭ കാണാൻ നമുക്ക് കഴിയുന്നതല്ല. പ്രത്യേക രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രഗോപുരത്തിനുള്ളത്. പ്രപഞ്ചശക്തി നൽകി വരുന്ന ഈ ദർശന കണ്ണിന് ഒരു നവ്യ അനുഭവമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലെ മഹാവിസ്മയമാണിത്. 1000 വിസ്മയങ്ങൾ മെഴുതുറക്കുന്ന ക്ഷേത്രമാണിത്. ഭക്തി, സമ്പത്ത്, കാഴ്ച, നിർമ്മാണ രീതി, അങ്ങനെ എന്തുകൊണ്ടും അനന്തപുരിയുടെ തിലകക്കുറിയാണ് ഈ ക്ഷേത്രം. ശില്പചാരുതയുടെ അത്ഭുതം, നിർമ്മാണത്തിലെ ശാസ്ത്രീയത ഇത് ആരെയും അമ്പരപ്പിക്കും. 5 ഗോപുരവാതിലിലും മാറി മാറി ഇത് ദൃശ്യമാകും. മൂന്നാമത്തെ ഗോപുരവാതിലിൽ സൂര്യപ്രഭ പ്രവേശിക്കുമ്പോഴാണ് ഏറ്റവും മനോഹരമായി അനുഭവപ്പെടുന്നത്. തിരുവട്ടാർ ആദികേശവ ക്ഷേത്രവും രവികിരണ സ്പർശമേൽക്കുന്ന വിധമാണ് പണിതിട്ടുള്ളത്. ശ്രീപത്മനാഭന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് നോക്കിയാണ് ആദികേശവന്റെ ശയനം. കന്നിമാസം 3 മുതൽ 9 വരെയുള്ള തീയതികളിൽ അസ്തമയ സൂര്യന്റെ കതിരുകൾ ശ്രീകോവിലിന് ഉള്ളിലേക്ക് പതിക്കുന്ന തരത്തിലാണ് തിരുവട്ടാറിൻ്റെ നിർമ്മാണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തേക്കാൾ വലുതാണ് തിരുവട്ടാറിലേത്. ഭൂമധ്യരേഖ ഖഗോളത്തെ ഭേദിക്കുമ്പോൾ ലഭിക്കുന്ന മഹാവൃത്തത്തിന് ഖഗോള മധ്യരേഖ ഓർ സെലസ്റ്റിയൽ ഇക്വേറ്റർ അഥവാ ഘടിക മണ്ഡലം എന്ന് പറയുന്നു. രാശിചക്രത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന പാതയെ ക്രാന്തിവൃത്തം എന്നും പറയുന്നു. ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് കറങ്ങുന്നത്. അപ്പോൾ ഖഗോളരേഖയും ക്രാന്തിവൃത്തവും തമ്മിൽ 23.5 ഡിഗ്രിയുടെ ചെരിവ് ഉണ്ട്. അതിനാൽ ഈ 2 മഹാവൃത്തങ്ങൾ തമ്മിൽ 2 ബിന്ദുക്കളിൽ മാത്രമേ കൂട്ടിമുട്ടുന്നുള്ളൂ. ഈ ബിന്ദുക്കളെ വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സ് എന്ന് വിളിക്കുന്നു. ഇത് ഒരു ലാറ്റിൻ പദമാണ്. സൂര്യൻ ഈ 2 ബിന്ദുക്കളിൽ ഉള്ളപ്പോൾ രാത്രിക്കും പകലിനും ഏകദേശം തുല്യദൈർഘ്യമായിരിക്കും. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ സാങ്കേതിക അത്ഭുതങ്ങളും ആർക്കിടെക്ചറും കൊണ്ട് പ്രശസ്തമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന സാങ്കേതിക അത്ഭുതം തന്നെയാണ് ഈ ഇക്വിനോക്സ് പ്രതിഭാസം. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെ കിരണങ്ങൾ ആരാധനാ മണ്ഡപത്തിലെ ശിലാമണ്ഡപത്തിലൂടെ സങ്കേതത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ തികച്ചും യാതൊരു തടസ്സവുമില്ലാതെ വീഴുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇക്വിനോക്സ് വർഷത്തിൽ 2 തവണയാണല്ലോ ഉണ്ടാകുന്നത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചർ, സൂര്യൻ്റെ ഗതിക്രമം എന്നിവ കൃത്യമായി കണക്കാക്കിയാണ്
ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇക്വിനോക്സ് സമയത്ത് സൂര്യൻ ഉദിച്ചാൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കൻ ഗോപുരം കിരണങ്ങൾ ശേഖരിച്ച് പ്രധാന വിഗ്രഹത്തിന് നേരെ താഴുന്നു. കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗണിതശാസ്ത്രത്തിൻ്റെയും ജ്യാമിതിയുടെയും പരമാവധി വൈദഗ്ധ്യപൂർണമായ ഉപയോഗം, തന്ത്രപരമായ ആസൂത്രണ വൈഭവം, വാസ്തുശാസ്ത്രപരമായ കണക്കെടുപ്പിൻ്റെ പ്രത്യേകത, കാഴ്ചയുടെ ദിശ, ഗോപുരത്തിൻ്റെ നിർമ്മാണ രീതിയുടെ കണക്ക്, സാങ്കേതിക മികവ്, ക്ഷേത്രകലയുടെ ശാസ്ത്രീയ ചിന്ത, ഭൗതിക സിദ്ധാന്തം എന്നിവ ഉൾക്കൊണ്ട ദ്രാവിഡ ആർക്കിടെക്ചർ ശൈലിയിലാണ് ഈ അതിമനോഹരമായ ക്ഷേത്ര സമുച്ചയം പണിതിരിക്കുന്നത്. പ്രാചീന ഭാരതീയ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി. പിരമിഡാകൃതിയിലാണ് ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ വിഗ്രഹത്തിന് 18 അടി നീളമുണ്ട്. 3 വാതിലുകളിലൂടെയാണ് നമുക്ക് വിഗ്രഹത്തെ ദർശിക്കാൻ കഴിയുക. കാലത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ പ്രതിഫലിച്ചു കാണാം. ഇക്വിനോക്സ് ദിവസങ്ങളിൽ സൂര്യൻ്റെ കിരണങ്ങൾ ഒരേ കോണിൽ മാത്രം ഗോപുരത്തിലൂടെ പ്രവേശിക്കുന്നതിന് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടങ്ങൾ, ഗോപുരങ്ങൾ എന്നിവ എത്രയോ കൃത്യമായ മാറ്റങ്ങളും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ വൈഭവത്തിന് മുന്നിൽ ആരാണ് ഒന്ന് കൈകൂപ്പി പോകാതിരിക്കുക? ഇത് നമുക്ക് ഇവിടെ നിർത്താം. പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം.